ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നമ്മൾ ഇന്നൊരു പപ്പായ തോരനാണ് ഉണ്ടാക്കാൻ പോകുന്നത്. പപ്പായ തോരൻ നമ്മൾ ഒട്ടും ഉടഞ്ഞു പോകാത്ത രീതിയിലാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ പപ്പായ കൊണ്ടുള്ള വേറെയും റെസിപ്പി ഞാൻ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. കൂടാതെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇത് നമ്മളിന്ന് ഇതുപോലൊരു ചട്ടിയിലാണ് പപ്പായ തോരൻ ഉണ്ടാക്കുന്നത്. ഇപ്പോൾ ഞാൻ സ്റ്റൗ ഓൺ ചെയ്തിട്ടില്ല. അപ്പോൾ പപ്പായ തോരൻ ഉണ്ടാക്കുമ്പോൾ കുറച്ചൊരു മൂത്ത പപ്പായ എടുത്തിട്ട് ഉണ്ടാക്കുകയാണെങ്കിൽ കുറച്ചുകൂടി നല്ല ടേസ്റ്റ് ഉണ്ടാകും, ചെറിയൊരു മധുരമൊക്കെ ഉണ്ടാകും. അപ്പോൾ ഈ ഒരു സൈസിൽ പപ്പായ തൊലിയൊക്കെ കളഞ്ഞ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് ഏകദേശം ഒരു മീഡിയം സൈസ് പപ്പായയുടെ ഏകദേശം പകുതി വരും. നിങ്ങൾക്കിപ്പോൾ വീഡിയോയിൽ കാണാം, നമ്മൾ കട്ട് ചെയ്ത പപ്പായയുടെ ഉൾഭാഗത്തായിട്ട് ചെറിയൊരു കളറ് മാറിയിട്ടുണ്ട്. അപ്പോൾ ആ ഒരു പാകത്തിലുള്ള പപ്പായയാണ് നല്ല ടേസ്റ്റ് ഉണ്ടാക്കുക. ഇനി ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിന് ഉപ്പും കുറച്ച് കറിവേപ്പിലയും ഏകദേശം ഒരു 3 ടേബിൾ സ്പൂൺ വെള്ളവും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഇതെല്ലാം കൂടി മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം സ്റ്റൗ ഓൺ ചെയ്യാം. ഇനി ഇത് നമുക്ക് അടച്ചു വെച്ച് ഒന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ ഇത് ഏകദേശം ഒരു 10 മിനിറ്റ് കഴിഞ്ഞു. നമ്മൾ ഒഴിച്ചു കൊടുത്ത വെള്ളം മുഴുവനായിട്ടും വറ്റിയിട്ടുണ്ട്. പപ്പായൊക്കെ ഏകദേശം വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് അവസാനമായി ഇതിലേക്ക് ഒരു കൈപ്പിടി തേങ്ങ ചിരകിയത് കൂടി ചേർത്ത് കൊടുത്ത് ഒന്ന് ചൂടാക്കിയെടുക്കാം. ഇതിൽ നമ്മൾ ഒഴിച്ചു കൊടുത്ത വെള്ളം മുഴുവനായും വറ്റിയതിന് ശേഷം മാത്രമേ തേങ്ങ ചേർത്ത് കൊടുക്കാൻ പാടുള്ളൂ. അപ്പോൾ പപ്പായ വെന്ത് കഴിഞ്ഞതിന് ശേഷവും ഇതിൽ ഒഴിച്ചു കൊടുത്ത വെള്ളം വറ്റിയിട്ടില്ലെങ്കിൽ നിങ്ങളത് ഹൈ ഫ്ലെയിമിലിട്ട് ഒന്ന് വറ്റിച്ചെടുക്കണം. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മുടെ പപ്പായ തോരൻ റെഡിയായി. ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. അപ്പോൾ ഇത് നമ്മൾ ഒട്ടും ഉടഞ്ഞു പോകാത്ത രീതിയിലുള്ള പപ്പായ തോരൻ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു റെസിപ്പി ഇഷ്ടപ്പെട്ടുവെങ്കിൽ നിങ്ങളെല്ലാവരും പപ്പായ തോരൻ ഈ ഒരു രീതിയിൽ ഉണ്ടാക്കി നോക്കണം. എന്നിട്ട് അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്തറിയിക്കണം. വീണ്ടും പുതിയ റെസിപ്പിയുമായി അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ ബൈ.